ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേഡി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. കുറച്ചധികം ലേറ്റ് ആയിട്ടുണ്ട് എന്ന് എനിക്കറിയാം. ഈ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി നിങ്ങൾ ഒരുപാട് വെയിറ്റ് ചെയ്യാമെന്ന് അറിയാം. പ്രിയപ്പെട്ട മക്കളെ, അതിന്റെ പിന്നിൽ വേറെ ചെറിയൊരു കഥയുണ്ട്. അത് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചു. എല്ലാം എഡിറ്റ് ചെയ്യാനൊക്കെ കൊടുക്കുന്ന സമയത്താണ് മനസ്സിലായത് ഇതിന്റെ സൗണ്ട് ബട്ടൺ ഓപ്പൺ ആക്കാൻ മറന്നുപോയി എന്നുള്ളത്. അതും ഞാൻ ലൈവിന് ശേഷം ജോമേട്ടൻ്റെ ഓൾജിബ്ര ഏകദേശം ഒരു 9:30-10 മണി ആയിട്ടുണ്ട് ലൈവ് കഴിയാൻ. അതിനുശേഷമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീഡിയോ എടുത്തിരുന്നത്. പക്ഷേ അത് നിർഭാഗ്യവശാൽ അത് പോവാതിരുന്നു. സോ അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഈ ചാപ്റ്റർ നിങ്ങൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഡോക്ടർ സീരീസിൽ ഇപ്പോൾ ഈ ഒരു വർഷം നമ്മൾ 3 ചാപ്റ്റേഴ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒന്ന് സെക്കൻഡ് ഡിഗ്രി കഴിഞ്ഞു, അതേപോലെ അരിത്മെറ്റിക് സീക്വൻസ്. നിങ്ങൾക്ക് നമ്മുടെ സൈലം SSLC എന്ന യൂട്യൂബ് ചാനലിൽ വീഡിയോസിൽ പോയിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ ഡോക്ടർ സീരീസിൻ്റെ ഈ ഒരു ലോഗോ ഉള്ളത് നോക്കിയാൽ മതി. അതാണ് ഡോക്ടർ സീരീസ് കേട്ടോ. സോ പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാവുന്നത് സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ. എൻ്റെ ഫസ്റ്റ് പാർട്ടിലെ കമന്റുകളൊക്കെ കിടിലം കമന്റ് ആട്ടോ. നിങ്ങളുടെ കമന്റുകളൊക്കെ കണ്ടു. അതായത് ഈ കാണുന്ന വീഡിയോന്റെ കമന്റ് ബോക്സിൽ എന്താ, മറ്റെല്ലാ കമന്റ് ബോക്സിൽ അടിപൊളിയായിട്ട് വരുന്നുണ്ട്. കിടിലം കമന്റുകളാണ്. എൻ്റെ കണ്ണ് തന്നെ തള്ളിപ്പോയിട്ടുണ്ട്. സോ ഇത്രയും സിമ്പിൾ ആയിരുന്നു എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. നല്ല ടഫായിരുന്നു വിചാരിച്ചതാണ്, പക്ഷെ സിമ്പിളായി. ഇതുപോലെ തന്നെയാണ് എനിക്ക് ഇതും പറയാനുള്ളത്. കുറച്ച് സിമ്പിൾ ആയിട്ട് എന്നാൽ പവർഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. പിന്നെ അതേപോലെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചെറിയൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഒരു അശ്രദ്ധ കാരണമുള്ള മിസ്റ്റേക്കാണ്. അപ്പോൾ ഈ കാണുന്ന സമയത്ത് നിങ്ങൾക്കൊന്ന് പോയി നോക്കി കാണാം. അതിന്റെ ഉത്തരം ഞാൻ എഴുതിയത് a² + 2al എന്ന് പറയുന്ന ഇക്വേഷൻ വെച്ചിട്ടാണ്. എന്നാൽ ആ കാണുന്ന ചോദ്യത്തിൽ ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവിന് പകരം പാർശ്വതല പരപ്പളവ് മാത്രമാണ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ ടോട്ടൽ ചെയ്തു പോയി എന്നുള്ളത് ശരിയാണ്. അപ്പം ഈ മിസ്റ്റേക്കുകളൊക്കെ കണ്ടെത്താൻ പറ്റുന്ന കുട്ടികൾ ഉണ്ടാവുക എന്നത് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ്. ഓക്കെ, സോ നമ്മൾ നേരെ മുന്നോട്ട് പോകുന്നത് കോൺ അഥവാ വൃത്തസ്തൂപിക എന്ന് പറയുന്ന കിഡിലൻ ടോപ്പിക്കിലേക്കാണ്. നിങ്ങൾക്കറിയാം, ഒരു കോണിന്റെ സ്കീം അല്ലെ, ഐസ്ക്രീം. ഈ സമയത്ത് പറയുന്നത് സാർ. ഓക്കെ, ഐസ്ക്രീമിന്റെ കേസാണ് നമുക്ക് പറയാം, അല്ലെങ്കിൽ കോണിന്റെ കേസാണ് നമുക്ക് പറയാനുള്ളത്. ഈ കോണ് നമുക്ക് കിട്ടുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ശ്രദ്ധിച്ചേട്ടോ. ഒരു വൃത്തത്തിന്റെ ഭാഗം, ഒരു വൃത്തത്തിന്റെ സെക്ടർ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഞാൻ ഇതിനെ കംപ്ലീറ്റ് ആയിട്ട് വരക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? കറക്റ്റ് ഒരു സർക്കിൾ കിട്ടും. ഇതിപ്പോൾ ഞാൻ വരക്കുന്നത് നോക്കണ്ട. ഓക്കെ, ഇത് അങ്ങനെ വരക്കുകയാണെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഇവിടെ ഒരു സർക്കിൾ കിട്ടും. ആ സർക്കിളിന്റെ ഒരു സെക്ടർ ഞാൻ ഇങ്ങ് എടുക്കുകയാണ്. ആ സെക്ടറിനെ നമ്മൾ എടുക്കുന്ന ആംഗിൾ ആണ് x° എന്ന് പറയുന്നത്. കേന്ദ്രകോൺ അഥവാ സെൻട്രൽ ആംഗിൾ ആണ് x°. ആ സർക്കിളിന്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ലെറ്റർ R. അത് രണ്ടും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് നമ്മൾ പൂച്ചക്കുട്ടികളൊക്കെ ചെവി പിടിക്കുന്ന പോലെ ഈ 2 ചെവിയും കൊണ്ട് പിടിച്ചിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യുന്നു. നമുക്ക് ആ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഷേപ്പിലേക്ക് വരും, ഈ കോണിന്റെ ഷേപ്പിലേക്ക് വരും. അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വൃത്താംശത്തിന്റെ പരപ്പളവ് ഏരിയ അഥവാ ഏരിയ ഓഫ് സെക്ടർ എക്സാക്ട്ലി ഈക്വൽ ടു ഏരിയ ഓഫ് ദിസ് കേർവ്ഡ് സർഫസ് ഏരിയ. ഇതിന്റെ വക്രതല പരപ്പളവിന് ഈക്വൽ ആണ്. അതായത് വൃത്താംശത്തിന്റെ പരപ്പളവും ഇതിന്റെ കേർവ്ഡ് സർഫസ് ഏരിയ എന്താണ്? ഈക്വൽ ആണ്. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, നല്ലതാണ്. ചിലപ്പോൾ ഒരു A+ ലെവൽ ചോദ്യം ഈ ഞാൻ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് വരാം. അത് എല്ലാവർക്കും അറിയാത്തൊരു കാര്യമാണ്. ഓക്കെ, അപ്പം അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ കോണിനാക്കുന്ന സമയത്ത്, ഈ കാണുന്ന സാധനത്തിൽ നമ്മൾ വളച്ചിട്ട് ഇങ്ങോട്ട് ആക്കുന്ന സമയത്ത് അടിഭാഗത്ത് ഒരു സർക്കിൾ ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബേസ് സർക്കിൾ അഥവാ പാദവൃത്തം എന്ന് പറയുന്നു. അപ്പൊ അതിനും എന്തുണ്ട്? ഒരു ആരമുണ്ട്, റേഡിയസ് ഉണ്ട്. അത് ഈ കാണുന്ന ക്യാപിറ്റൽ ലെറ്റർ R-നേക്കാൾ ചെറുതായിരിക്കും. അപ്പൊ നമുക്കിത് പറയാം, ഇത് സ്മോൾ ലെറ്റർ R ആണ്. ഓക്കെ, സ്മോൾ ലെറ്റർ R, പാദ R അഥവാ ബേസ് റേഡിയസ്. പിന്നെ നമുക്കറിയാം, ഒരു കോണിന് എന്തായാലും ഒരു ഹൈറ്റ് ഉണ്ടാവും. അതിനെ വിളിക്കുന്ന പേരാണ് h എന്ന് പറയുന്നത്, ഉയരം. പിന്നെ ഈ കാണുന്നത് എല്ലാവരും ശ്രദ്ധിക്കണം മക്കളെ. ഞാൻ ഈ കാണുന്ന റേഡിയസിനെ വളച്ചിട്ട്, അല്ലെങ്കിൽ ഈ ഭാഗത്തിനെ വളച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ കാണുന്ന ചരിവും ഉയരവും ഈ കാണുന്ന R-ഉം എന്തായിരിക്കും? ഈക്വൽ. ഇത് വെരി ഇമ്പോർട്ടൻ്റ്. ഒരു മാർക്കിന് എന്തായാലും ചോദ്യം വരും. ഓക്കെ, അതായത് വൃത്തത്തിന്റെ ആരവും അഥവാ ഏരിയ ഓഫ് സർക്കിൾ, റേഡിയസ് ഓഫ് സർക്കിൾ, വൃത്തത്തിന്റെ ആരവും ചരിവ് ഉയരവും സ്ലാൻഡ് ഹൈറ്റ് ഓഫ് കോൺ ഇസ് സെയിം. രണ്ടും എന്താണ്? ഈക്വൽ ആണ്. വെരി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇത് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കൾ വരാറുണ്ട്, ഒരു മാർക്കിന്റെ ചോദ്യം. അപ്പോൾ മക്കളെ, ഇനി ഞാൻ പറയുന്ന കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. ഈ കാണുന്ന ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ലെറ്റേഴ്സ് ഞാനൊന്ന് പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സ്മോൾ ലെറ്റർ R ആണ് അഥവാ ബേസ് റേഡിയസ് ആണ്. സെറ്റ് ആണല്ലോ. രണ്ടാമത് നിങ്ങൾ പഠിക്കാനുള്ളത് ഹൈറ്റ് ആണ്, ഹൈറ്റ് ഉയരമാണ് അഥവാ ഹൈറ്റ് H ആണ്. മൂന്നാമതായിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത് L ആണ് അഥവാ സ്ലാൻഡ് ഹൈറ്റ് ആണ്. നാലാമതായിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത് x° അഥവാ സെക്ടറിന്റെ റേഡിയസ്, കേന്ദ്രകോൺ, സെൻട്രൽ ആംഗിൾ ആണ്. ഓക്കെ, ഞാൻ പറഞ്ഞതൊക്കെ ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ, സെൻട്രൽ ആംഗിൾ ആണ്. ആൻഡ് ഫൈനലി നിങ്ങൾ പഠിക്കാനുള്ളത് ക്യാപിറ്റൽ ലെറ്റർ R അഥവാ വലിയ വൃത്തത്തിന്റെ ആരം അല്ലെങ്കിൽ റേഡിയസ് ഓഫ് സെക്ടർ, വൃത്താംശത്തിന്റെ ആരം. ഇത്ര അക്ഷരങ്ങളെങ്കിലും പഠിക്കാനുള്ളൂ. ഓക്കെ, അപ്പം ഫസ്റ്റ് ടോപ്പിക്കിൽ നിങ്ങൾ ഒരുപാട് 2 ടൈപ്പ് ട്രയാങ്കിൾ പഠിച്ച ഓർമ്മ ഉണ്ടോ? ലായും ഇലായും.
എന്നാൽ ഈ കാണുന്നതിൽ നിങ്ങൾക്ക് ഒറ്റ ട്രയാങ്കിളേ പഠിക്കാനുള്ളൂ. അത് മറ്റാരുമല്ല, നമ്മൾ പാകിസ്ഥാനിലൊക്കെ ഉള്ള, അല്ലേ, പാകിസ്ഥാനൊക്കെ പറയാം അല്ലേ, ഉള്ള ഒരു സ്ഥലമാണ് ലാഹോർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്നതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. L² ഈസ് ഈക്വൽ ടു H² പ്ലസ് R². വെരി ഇമ്പോർട്ടൻറ്റ്. ലാഹോർ, LHR അല്ലേ, ലാഹോർ. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻ നിങ്ങൾ ഓർത്ത് വെക്കുക. പൈതഗോറസ് ആണ്, നിങ്ങൾക്ക് യൂസ് ചെയ്യാനുണ്ടാവും. ഓക്കെ, പക്ഷേ എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട, പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞുതരാം. അത് ഈ ടോപ്പിക്കിൽ നിന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. എടാ ഒന്ന് സിമ്പിളായിട്ടൊന്ന് ആലോചിക്കണേ. ഞാനിപ്പോൾ ഒരു ഉദാഹരണത്തിന് കുറച്ച് വലുതാക്കാൻ പോകും. നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. ഒരു 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 വൃത്തസ്തൂപിക എടുത്തു, വൃത്താംശം. അപ്പോൾ ഈ കാണുന്ന ആംഗിൾ ഇപ്പോൾ ഒരു 120 ഡിഗ്രിയാണെന്ന് വിചാരിച്ചോ, വെറുതെ. അത് മടക്കിയിട്ട് ഞാനൊരു കോൺ ഉണ്ടാക്കുന്നു, ഒരു വൃത്തസ്തൂപിക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ സെയിം സാധനം മടക്കിയിട്ട് ഞാൻ എന്താക്കുന്നു, ഒരു കോൺ ഉണ്ടാക്കുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു ആരമൊക്കെ ഉണ്ടാവില്ലേ, സംശയമൊന്നുമില്ലല്ലോ. ഇനി ഇതേ ഇതിൽ നിന്ന് തന്നെ ഞാനൊരു കഷ്ണം എടുക്കുന്നു. അപ്പോൾ ഒരു 80 ഡിഗ്രി എടുക്കുന്നു, 80 ഡിഗ്രി. അതിൽ നിന്ന് ഞാനൊരു കോൺ ഉണ്ടാക്കുന്നു. ഈ രണ്ട് കോണിൻ്റെ വലുപ്പം സെയിം ആയിരിക്കും. ഈ രണ്ട് കോണിൻ്റെയും സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചരിവ് വരെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. ഇപ്പൊ ഇത് 10 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 10 ആണ്, ഇതും 10 ആണ്, സെയിം ആവില്ല. എന്നാൽ അടിഭാഗം എന്താവും, ഇതിനേക്കാൾ കുറച്ച് കുറയും അല്ലേ. കാരണം 120 ഡിഗ്രി എടുക്കുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഏരിയ കൂടും. അപ്പൊ നമുക്ക് കുറച്ചുകൂടി വലിയ വട്ടാണ് അടി കിട്ടുക. 80 ഡിഗ്രി ആകുമ്പോൾ ഇവിടുത്തെ അളവ് കുറയും. അപ്പൊ കുറച്ച് ചെറിയ ഇതായിട്ട്. അപ്പം ആ ആംഗിൾ മാറുന്നതനുസരിച്ച് എന്ത് മാറും, അതിന്റെ അടിഭാഗത്തുള്ള ചെറിയ റേഡിയസ് എന്താവും, മാറും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ ആണ് എനിക്ക് പറയാനുള്ളത്. എഴുതി വെച്ചോളൂ മക്കളെ. സ്മോൾ ലെറ്റർ R ഡിവൈഡഡ് ബൈ L ഈസ് ഈക്വൽ ടു X ഡിവൈഡ് ബൈ 360. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, വെരി 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 ഇമ്പോർട്ടൻറ്റ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എഴുതി വെച്ചോളൂ. R ഡിവൈഡഡ് ബൈ L. എല്ലും ആറും സെയിം ആയതുകൊണ്ട് ക്യാപിറ്റൽ ലെറ്റർ R എന്നും വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താക്കാം, ഇവിടെ രണ്ടും സെയിമാണ്. സ്മോൾ ലെറ്റർ R ഡിവൈഡ് ബൈ ക്യാപിറ്റൽ R ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം. ഇനി തിരിച്ചെഴുതി നോക്കാം, ഇത് ഈക്വൽ ടു ഇത് എഴുതി നോക്കാം, നോ പ്രോബ്ലം. ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രതീക്ഷിക്കാം. R ബൈ L ഈസ് ഈക്വൽ ടു X ഡിവൈഡ് ബൈ 360 ആണ്. മക്കളെ ഈ ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലപ്പെട്ട ഫീഡ്ബാക്ക് നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. യെസ്, അല്ലാത്ത ആളുകൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടും നിങ്ങൾക്ക് എന്താക്കാം, നിങ്ങൾക്കുള്ള സജഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്താക്കാം പറയാം കേട്ടോ. സോ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരും ശ്രദ്ധിക്കട്ടെ, എല്ലാവരും ശ്രദ്ധിക്കുക. ഞാൻ പറയുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. എന്താണ് R ബൈ L ഈസ് ഈക്വൽ ടു X ബൈ 360 ആണ്. R എന്ന് പറഞ്ഞാൽ ബേസ് റേഡിയസ് അഥവാ പാദ ആരം. L എന്ന് പറഞ്ഞാൽ സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചരിവ് ഉയരം, അല്ലെങ്കിൽ വൃത്താംശത്തിന്റെ ആരം, റേഡിയസ്, സെക്ടറിന്റെ റേഡിയസ്. X എന്ന് പറഞ്ഞാൽ സെൻട്രൽ ആംഗിൾ. അപ്പൊ ഈ ടോപ്പിക് ആണ് ഞാൻ ആദ്യം തന്നെ ചോദ്യം ചെയ്ത് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പരീക്ഷയ്ക്ക് ഒരുപാട് തവണ വന്ന ഒരു മോഡൽ ക്വസ്റ്റ്യനും കൂടിയാണ്. 3 മാർക്കിന്റെ ചോദ്യം. ആദ്യം നിങ്ങൾ അക്ഷരം ഏതാ മനസ്സിലാക്കുക. ഇതിൽ ഏതൊക്കെ അക്ഷരങ്ങളുണ്ട്, സ്മോൾ ലെറ്റർ R, ക്യാപിറ്റൽ ലെറ്റർ R, L, H, X. അപ്പൊ ആദ്യം നിങ്ങൾ ഏത് അക്ഷരങ്ങളൊക്കെ തന്നു നോക്കണം. എ സെക്ടർ ഓഫ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി X ഡിഗ്രി ആണ്. ആൻഡ് റേഡിയസ് 12 സെന്റിമീറ്റർ ഇസ് റോൾഡ് അപ്പ് ഇൻ ടു എ കോൺ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഏതിന്റെ റേഡിയസ് ആണ് തന്നത്, സെക്ടറിന്റെ റേഡിയസ് ആണ്. സെക്ടറിന്റെ റേഡിയസ് എന്നാൽ ഏതാടാ, ഇതാണ് അല്ലേ, അഥവാ വൃത്താംശത്തിന്റെ ആരം, ദാറ്റ് ഈസ് ക്യാപിറ്റൽ ലെറ്റർ R. അത് നിങ്ങൾ മനസ്സിലാക്കാൻ പഠിച്ചാൽ അടിപൊളിയായി. എന്നിട്ട് നമ്മൾ എന്താക്കുകയാണ്, ഒരു കോൺ ഉണ്ടാക്കുകയാണ്. എന്നിട്ട് ഒന്നാമത് ചോദ്യം, വാട്ട് ഈസ് എ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ. അപ്പൊ ഈ കോൺ ഇത് വരച്ചിട്ട് നമ്മൾ എന്താക്കുന്നു, കോൺ ഉണ്ടാകും. ഇതിന്റെ ചരിവ് ഉയരം എത്ര നമ്മൾ പഠിച്ചിട്ടുണ്ട്. ക്യാപിറ്റൽ ലെറ്റർ R, സ്മോൾ ലെറ്റർ L എന്താണ്, ഈക്വൽ ആണ്. ഒരു മാർക്കായി. ഇത്ര സിമ്പിളാ നോക്കിയാൽ ഒരു മാർക്ക്. അടുത്തത് വൃത്തസ്തൂപികയുടെ ആരം കാണുക, അഥവാ ഇതിന്റെ റേഡിയസ് കാണുക, R കാണുക. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ നിന്നാണ് ചോദ്യം. അതിൽ സെൻട്രൽ ആംഗിൾ ഉണ്ട് എങ്കിൽ പിന്നെ ഒന്നും നോക്കേണ്ട, അവിടുത്തെ ഇക്വേഷൻ ഏതായിരിക്കും, R ബൈ L ഈക്വൽ ടു X ബൈ 360 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മാറിപ്പോയ കൺഫ്യൂഷൻ ആവില്ല. സോ നമുക്ക് R കണ്ടുപിടിക്കണം. സോ ഇക്വേഷൻ ചെയ്താൽ R ബൈ L ഈസ് ഈക്വൽ ടു R ബൈ L. L നമുക്ക് തന്നിട്ടുണ്ട് 12 ആണ്, ഈക്വൽ ടു X 120 ആണ്, 360. സെറ്റാണോ? സെറ്റാണോ? അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ കാണുന്ന 0 ഈ കാണുന്ന 0 വെട്ടാം, പോയി ഡിഗ്രിയും വെട്ടരുത്. ഓക്കെ. സോ നമുക്ക് എന്ത് കിട്ടും, 12ൽ എത്ര, 12 ഉണ്ട്, 1. 36ൽ എത്ര, 12 ഉണ്ട്, 3. അപ്പൊ ചെറുതാക്കാൻ പറ്റുന്ന അത്രയും നിങ്ങൾ ചെറുതാക്കാം. അപ്പൊ ഇതിങ്ങനെ ചെറുതാക്കാൻ അറിയാത്ത ആളുകൾ എന്ത് ചെയ്യുക, 2 കൊണ്ട് വെട്ടാം. 12ൽ എത്ര, 2 ഉണ്ട്, 6. 36ൽ എത്ര ഉണ്ട്, 18. വീണ്ടും 2 കൊണ്ട് വെട്ടാം, 3, 6. വീണ്ടും 3 കൊണ്ട് വെട്ടാം, 1, 2. ഇങ്ങനെ ചെറുതാക്കി നിങ്ങൾക്ക് എന്താക്കാം, കൊണ്ടുവരാം കേട്ടോ. 3/6 പറഞ്ഞാൽ 1/2 ആണ്. സോ 3/6 സെക്കൻഡ്, 12/36 അല്ലേ. 12/36 പറഞ്ഞാൽ ആദ്യം നമുക്ക് 2 കൊണ്ട് വെട്ടാം, 6. 36ൽ എത്ര ഉണ്ട്, 18.
വീണ്ടും 2 കൊണ്ട് വെട്ടാം 3 6 3 6 4 9 അതാ തെറ്റിപ്പോയി 3 9 3 9 3 നമുക്ക് 3 കൊണ്ട് വെട്ടാം 1 9 3 1/3 ആട്ടോ ഞാൻ 1/2 തന്നൊന്ന് പറഞ്ഞു ഓക്കെ ക്ലിയർ ആയില്ലേ ഓക്കെ സോ നമുക്ക് എന്ത് കിട്ടും 1/3 എന്ന് കിട്ടും ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ 3 × r അല്ലെങ്കിൽ ഇവിടുത്തെ 6 അവിടെ വെക്കുക 12 അങ്ങോട്ട് കൊണ്ടുപോവാം 1/3 × 12 ബൈ 12 അങ്ങോട്ട് പോകുമ്പോൾ × 12 സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇത്ര ഇത് എത്ര മാർക്കാണ് 3 മാർക്കാണ് ഇത്ര ഇത് എത്ര മാർക്കാണ് 3 മാർക്കാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രസകരമായുള്ള ഒരു ടോപ്പിക് കൂടിയാണിത് സോ അത് മിസ്സാക്കരുത് കേട്ടോ ഇനി ഞാൻ ഇതേ ടോപ്പിക്കിൽ നിന്നും ഒരു A+ ലെവൽ ക്വസ്റ്റ്യൻ കാണിച്ചു തരാം സെയിം ടോപ്പിക് ഒരു A+ ലെവൽ ക്വസ്റ്റ്യൻ സെയിം ടോപ്പിക് വലിയ മാറ്റമൊന്നുമില്ല പക്ഷേ എന്തൊരു A+ ലെവൽ ക്വസ്റ്റ്യൻ ആണ് പറയാൻ പോകുന്നത് ഡോക്ടർ സീരീസിന്റെ പ്രത്യേകത എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഇതിലുണ്ടാവും അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുക എല്ലാ കുട്ടികൾക്കും ഒരേപോലെ ഉപകാരപ്പെടുന്ന ടോപ്പിക് ആയിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ സജസ്റ്റ് ചെയ്യണം കേട്ടോ സൈലം SSLC എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ എൻ്റെ പേരറിയാത്ത ആളുകളോട് ഞാൻ പറയാണ് ഷാഹിദ് റംസാൻ മാത്സ് ഫാക്കൽറ്റിയാണ് ഓക്കെ എല്ലാവരും ശ്രദ്ധിച്ചാട്ടോ ഞാൻ ചെയ്യുന്നത് എ സെക്ടർ ഓഫ് റേഡിയസ് 12 സെന്റിമീറ്റർ ആൻഡ് സെൻട്രൽ ആംഗിൾ 120 ഡിഗ്രി സെക്ടറിന്റെ റേഡിയസ് അഥവാ വൃത്താംശത്തിന്റെ 6 ഏതാക്ഷരം അതാണ് നിങ്ങൾ ആദ്യം പഠിക്കില്ല ഏതാക്ഷരം സെൻട്രൽ ആംഗിൾ എത്ര ഡിഗ്രിയാണ് 120 ഡിഗ്രി ഇത്രയും തന്നിട്ടുണ്ട് ഇത് നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ മക്കളെ ഓക്കെ എന്നിട്ട് നിങ്ങളുടെ റോൾഡ് അപ്പ് ഇൻറ്റു കോൺ ഒരു കോൺ ഉണ്ടാക്കുകയാണ് വാട്ട് ഈസ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി കോൺ ഇതിന്റെ ചരിവ് ഉയരം എത്ര ഇതിന്റെ ചരിവ് ഉയരം എത്ര കിട്ടിയല്ലോ ആൻസർ ഒരു മാർക്ക് കിട്ടി സിമ്പിൾ ചെറിയൊരു സെയിം ആണ് 6 സെയിം ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദി റേഡിയസ് ആൻഡ് ദ ഹൈറ്റ് ഓഫ് ദി കോൺ റേഡിയസും കാണണം ഹൈറ്റും കാണണം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് സോ ഇതിന്റെ റേഡിയസും ഹൈറ്റും എങ്ങനെ കാണാം ആദ്യം 6 കാണാം r ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ r/l ഈസ് ഈക്വൽ ടു x/360 r/l ഈസ് ഈക്വൽ ടു x/360 ഇപ്പോൾ ചെയ്ത അതേ ആൻസർ കിട്ടും അത് 1/3 സോ r ഈസ് ഈക്വൽ ടു 1/3 × 12 r നമുക്ക് ഈസി ആയിട്ട് എത്ര കിട്ടും 4 കിട്ടും ഡൗട്ട് ഒന്നുമില്ലല്ലോ r എത്ര കിട്ടും 4 കിട്ടും സംശയമൊന്നുമില്ലല്ലോ ഇനി നമ്മളോട് കാണാൻ പോകുന്നത് ഇതിന്റെ ഹൈറ്റ് ആണ് അതെങ്ങനെ കണ്ടുപിടിക്കും ഇതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം സ്മോൾ ലെറ്റർ r അറിയാം എല്ലും അറിയാം എൽ എത്രയാണ് 12 സ്മോൾ ലെറ്റർ r എത്രയാണ് സോ ലാഹോർ അല്ലേ എന്താ ഇക്വേഷൻ ലാഹോർ L² ഈസ് ഈക്വൽ ടു r² പ്ലസ് h². അപ്പോൾ L² മൈനസ് 4² ഈക്വൽ ടു h². 12 സ്ക്വയറിന് 144. 144 നിന്നും 16 കുറയ്ക്കുക h² കിട്ടും. റൂട്ട് 144 16 വെച്ചാൽ എത്രടാ 138 128 128 അപ്പൊ 128നെ ചെറുതാക്കാൻ അറിയാത്ത ആളുകൾക്ക് ഞാൻ അവർ പഠിപ്പിച്ചതാണ്. 128നെ സാധാ പോലെ ഏറ്റവും ചെറിയ നമ്പറുണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 64 കിട്ടും, 2 32 കിട്ടും, 2 റൂട്ട് കാണാൻ പഠിക്കുന്ന മെത്തേഡ് കേട്ടോ. 16 2 8 2 4 2. ഓക്കെ, അപ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും ചെറിയ നമ്പറുണ്ട്. ഏത് ചോദ്യമാണെങ്കിലും ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ഒരേപോലുള്ള 2 എണ്ണത്തിൽ നിന്ന് ഒരു നമ്പർ പുറത്തെടുക്കുക. ഒരേപോലെ അത് എവിടെയാവാട്ടോ, 2 എണ്ണം ഒരേപോലെ 2 എണ്ണം ഒന്ന്. ഇയാൾ സിംഗിൾ ആണ്, അപ്പോൾ ഇയാൾ നമ്മൾ കൂട്ടിലാക്കണം. സോ ഈ പുറത്തെടുത്ത നമ്പറുകൾ തമ്മിൽ ഗുണിച്ചാൽ റൂട്ട് 128 സമം 2 × 2 × 2 ആ ഒറ്റകളാണ് റൂട്ടിലിടുക. ദാറ്റ് ഈസ് 8 √2 ആണ് ഇതിൻ്റെ ആൻസർ. 8 √2. കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 128 നമുക്ക് എന്ത് ചെയ്യാം, റൂട്ട് 64 × 2 എന്ന് എഴുതാം. റൂട്ട് 64 പറഞ്ഞാൽ 8, റൂട്ട് 2 പറഞ്ഞാൽ റൂട്ട് 2. ഇങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? അപ്പോൾ എന്ത് കിട്ടി? 8 √2 കിട്ടി. എത്ര കിട്ടി? 8 √2. 8 √2. ഇതിന്റെ അടുത്തൊരു ചോദ്യമാണ് ഇതിലെ രസകരമായ ഒരു ക്വസ്റ്റ്യൻ. ഇത് എനിക്ക് 4 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻ ആട്ടോ. 4 മാർക്കിന് വന്ന ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ സെൻട്രൽ ആംഗിൾ ഓഫ് ദി സെക്ടർ ടു ബി യൂസ്ഡ് ടു മേക്ക് എ കോൺ ഓഫ് ബേസ് റേഡിയസ് √2 സെന്റിമീറ്റർ ആൻഡ് ഹൈറ്റ് 4 സെന്റിമീറ്റർ? അതായത് ആരം √2 സെന്റിമീറ്ററും ബേസ് റേഡിയസ് √2 സെന്റിമീറ്ററും ഹൈറ്റ് 4 സെന്റിമീറ്ററുമായിട്ടുള്ള കോണിന്റെ കോണിന്റെ സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോൺ എത്ര? ഇപ്പൊ x ഡിഗ്രി കണ്ടുപിടിക്കണം. നമുക്കറിയുന്നത് r അറിയാം, h അറിയാം. അപ്പൊ x ഡിഗ്രി കണ്ടുപിടിക്കണം. നമുക്കറിയാം r/l = x/360. നമുക്ക് r അറിയാം, h അറിയാം, വേറൊരു അക്ഷരം അറിയില്ല. ഇതും അറിയില്ല. പക്ഷെ ഇത് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? l കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? ലാഹോർ l = √r² പ്ലസ് അല്ലെങ്കിൽ h² + r² അല്ലേ? ലാഹോർ ഓർമ്മല്ലേ? സ്ക്വയറിന് അങ്ങോട്ട് എടുക്കുമ്പോൾ റൂട്ട്. അപ്പോൾ l =
4 സ്ക്വയർ 16, റൂട്ട് 2ന്റെ സ്ക്വയർ 2. അപ്പൊ നമുക്ക് എന്താ ആൻസർ ആയിട്ട് വളരെ സിമ്പിൾ ആണ്. റൂട്ട് ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 18. റൂട്ട് 18 നമുക്ക് 9 × 2 എഴുതാം. ദാറ്റ് ഈസ് 3√2. സിമ്പിൾ അല്ലേ? എത്ര കിട്ടി? L is equal to 3√2 കിട്ടി. ഇനി നേരെ ഇക്വേഷനിൽ കൊടുക്കാം. റൂട്ട് 2/r എത്രയാണ്? റൂട്ട് 2 ആണ്. L എത്രയാണ്? യെസ്, ഇതെവിടുന്ന വന്നത് അല്ലേ? 3√2 ആണ്. 3√2. അപ്പം റൂട്ട് 2/3√2 ഈസ് ഈക്വൽ ടു x ഡിവൈഡഡ് ബൈ 360. x ഡിവൈഡ് ബൈ 360. റൂട്ട് 2 വെട്ടിപ്പോയി. സോ എന്ത് കിട്ടി? 1/3 ഈക്വൽ ടു x/360. മക്കളെ പറയാം. അപ്പൊ x എന്തായിരിക്കും? x ഡിഗ്രി ഈസ് ഈക്വൽ ടു, ഇനി അല്ലെങ്കിൽ 1/3 ഇൻറ്റു അടിയുള്ള 360 ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്താവും? ഇൻറ്റു 360 ഈസ് ഈക്വൽ ടു x. സിമ്പിൾ അല്ലേ സംഭവം? അല്ലേ? സംഭവം എന്താണ്? സിമ്പിൾ ആണ്, എന്നാൽ കുറച്ച് പവർഫുൾ ആണ്. സോ നമുക്ക് എന്ത് മനസ്സിലായി? x ഡിഗ്രി ഈസ് ഈക്വൽ ടു എത്ര ഡിഗ്രി ആണ്? 120 ആണ്. സോ ഞാനിപ്പോൾ പറഞ്ഞ ടോപ്പിക്കിൽ നിന്ന് ഒരു A+ ലെവൽ ചോദ്യമാണ് ഞാനിപ്പോൾ കാണിച്ചു തന്നത്. അത്യാവശ്യം ക്ലിയർ ആണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഓട്ടോമാറ്റിക്കലി സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. സോ ഇതേ ടോപ്പിക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടി നിങ്ങൾക്ക് കാണിക്കാനുണ്ട്. എന്നാൽ ആ ടോപ്പിക് നിങ്ങൾ പെർഫെക്റ്റ് ആയി. ചോദ്യം ഒന്ന് വായിച്ചേ. A cone is made by rolling up a semicircle of radius 20 cm. Semicircle of radius 20 cm. ഇവിടെ കോണൊന്നും തന്നിട്ടില്ല. ആംഗിൾ തന്നിട്ടുണ്ടോ? ഒരു അർദ്ധവൃത്തം വളച്ച് വൃത്തസ്തൂപിക ഉണ്ടാക്കുന്നു. അർദ്ധവൃത്തം എന്ന് പറഞ്ഞാൽ എന്താണ്? സെമി സർക്കിൾ. ഒരു സെമി സർക്കിൾ ഇത് വളച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കുന്ന ഒരു കോൺ. മക്കളെ ഇവിടുത്തെ ആംഗിൾ എത്ര ഡിഗ്രിയാ? 180 ഡിഗ്രി. ഉണ്ടാവും. ആംഗിൾ തരാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് അതിലുണ്ട്. അത് മനസ്സിലാക്കാനുള്ളതാണ് നമ്മുടെ കഴിവ്. അപ്പൊ x ഡിഗ്രി കിട്ടി. A cone is made up rolling a semicircle of radius. സെമി സർക്കിളിന്റെ റേഡിയസ് ആണ്. സെമി സർക്കിളിന്റെ റേഡിയസ് ആണ് എന്ത് എന്ന് പറയുന്നത്? യെസ്, 20 സെന്റിമീറ്റർ എന്ന് പറയുന്നത്. 20 സെന്റിമീറ്റർ. സോ ക്യാപിറ്റൽ ലെറ്റർ R എത്രയാണ്? 20 ആണ്. ക്ലിയർ ആണല്ലോ? ക്യാപിറ്റൽ ലെറ്റർ R എത്രയാണ്? 20 സെന്റിമീറ്റർ ആണ്. x എത്ര കിട്ടി? 180 കിട്ടി. കണ്ടോ? ഐഡിയ ക്ലിയർ ആയ കണ്ടോ? ഓക്കെ. സോ ഇനി നമ്മളോട് പറഞ്ഞത് വാട്ട് ഈസ് ദ സ്ലാന്റ് ഹൈറ്റ്? ചരിവ് ഉയരം എത്ര? നമുക്കറിയാം ആറും എല്ലും എന്താണ്? സെയിം ആണ്. അപ്പോൾ നിങ്ങൾ നോക്കൂ മക്കളെ, ഒരു ചോദ്യത്തിൽ എന്തൊക്കെയുണ്ട്? ഉത്തരവ് അതിൽ തന്നെ ഉണ്ട്. ഒരു മാർക്കിന്റെ ചോദ്യം എപ്പോഴും അവിടെ ഉണ്ടാവും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഡിയസ്? ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ആ രീതിയിലാണ്. സോ റേഡിയസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ലെറ്റർ R/L ഈക്വൽ ടു x/360. 180 360 നമുക്ക് കട്ട് ചെയ്യാം. എന്ത് കിട്ടും? 1/2 കിട്ടും. എന്ത് കിട്ടും? 1/2 കിട്ടും. സെറ്റ് ആണോ? അപ്പൊ R എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലേ? ഇത് 1/2 ആണെങ്കിൽ ഇത് 1/2 കിട്ടണമെങ്കിൽ R എത്ര ആണോ? അല്ലെങ്കിൽ R ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 20. R ഈക്വൽ ടു സെറ്റ് ആണോ? ഓക്കെ. സോ ഈ ഒരു ഐഡിയ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു ചോദ്യം ഇതിലുണ്ട്. അത് ഞാൻ പഠിപ്പിക്കാൻ പോവാണ്. നന്നായിട്ട് ശ്രദ്ധിക്കാം. കഴിയാനായിട്ട് ചാപ്റ്റർ ഇത്ര തന്നെ ഉള്ളൂ. ഇനി ഇതിന്റെ ചോദ്യങ്ങളാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഇനി വളരെ പ്രധാനപ്പെട്ട 2 കാര്യം കൂടി പഠിപ്പിക്കാനുണ്ട്. ഇതിൽ കേർവ്ഡ് സർഫേസ് ഏരിയ ചോദിച്ചിട്ടുണ്ട്. സോ അതിലേക്ക് ഞാൻ കടക്കുകയാണെങ്കിൽ എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ഈ 2 കാര്യം കൂടിയാണ് മെയിനായിട്ട് പഠിക്കാനുള്ളത്. എല്ലാവരും ശ്രദ്ധിച്ചോളൂ. നമുക്കറിയാം ഒരു കോൺ അത് 2 രീതിയിൽ സർഫസ് ഏരിയകളുണ്ട്, അഥവാ ഉപരിതല പരപ്പളവുകൾ അല്ലെ പരപ്പളവുകൾ. ഇത് സർക്കിളാണ്. അതുകൊണ്ട് ഇതിനെ ബേസ് ഏരിയ എന്ന് വിളിക്കും. പാദ ആരം. പാദസാരല്ല കേട്ടോ, πr². ഈ കാണുന്ന കേർവ്ഡ് സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വട്ടത്തിലുള്ള ബാക്കിയുള്ള ഭാഗത്തിന് നമ്മൾ കേർവ്ഡ് സർഫസ് ഏരിയ അഥവാ വക്രതല പരപ്പളവ് എന്ന് വിളിക്കും. വക്രതല പരപ്പളവ് അത് πrl ആണ്. എന്താണ്? πrl. R എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം റേഡിയസ് ആണ്. L എന്ന് പറഞ്ഞാൽ ചെറിയ ഉയരമാണ്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എന്താ? ഇത് രണ്ടും കൂടി നമുക്ക് കൂട്ടാം. πr² പ്ലസ് πrl. ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. πr² പ്ലസ് πrl. ഇനി ഒറ്റ കാര്യം കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. മക്കളെ ശ്രദ്ധിച്ചോളൂ. അതിൻ്റെ ചോദ്യം കൂടി ചെയ്യാനുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇതിൻ്റെ വ്യാപ്തം. ഒന്നുമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു സിലിണ്ടർ അല്ലേ, നിങ്ങൾ 9ാം ക്ലാസ് പഠിച്ചത്, അതിൻ്റെ വ്യാപ്തം എന്ന് പറഞ്ഞാൽ πr² ആണ്. ഒരു സിലിണ്ടറിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമോ അതിൻ്റെ 1/3 ഭാഗം മാത്രമേ അതിൽ നിന്നും ചെത്തിയെടുക്കുന്ന ഏറ്റവും വലിയ കോണിൽ കൊള്ളുള്ളൂ. ഫോർ എക്സാമ്പിൾ ഈ സിലിണ്ടറിൽ 90 ലിറ്റർ വെള്ളം കൊള്ളും വിചാരിക്കാം. ഇതിൽ നിന്ന് ചെത്തിയെടുക്കുന്ന ഏറ്റവും വലിയ കോൺ എന്ന് പറഞ്ഞാൽ ഇതാണ് അല്ലേ. അതിൻ്റെ മാക്സിമം ഹൈറ്റ് വന്നിട്ട് ഇതാണ് അതിൻ്റെ മാക്സിമം എന്ത് പറയുന്നത് വോളിയം എന്ന് പറയുന്നത്. അപ്പം അതതിൻ്റെ 1/3 ആയിട്ടുള്ള 30 ലിറ്ററേ ആ കാണുന്ന കോണിൽ കൊള്ളുള്ളൂ. അപ്പോൾ 1/3 πr² ആണ് ഇതിൻ്റെ
വോളിയം എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ ആർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഹൈറ്റ് വരും. സോ ഇത്രയും കഴിഞ്ഞാൽ കോൺ എന്ന് പറയുന്ന ടോപ്പിക്ക് നിങ്ങൾ മുഴുവനും പഠിച്ചു കഴിഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, ഇനി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇതുമായി ബന്ധപ്പെട്ട ഇനി ചോദ്യങ്ങളാണ്. അത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യണം. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ നിങ്ങൾ വർക്കൗട്ട് ചെയ്യേണ്ടത് ചോദ്യങ്ങളാണ്. സോ തൊട്ട് മുമ്പേ ഞാൻ ചെയ്തു വെച്ച ആ ചോദ്യത്തിലേക്ക് കിടക്കാം. നന്നായിട്ട് ശ്രദ്ധിച്ചോ. കാൽക്കുലേറ്റ് ദ കേർവ്ഡ് സർഫസ് CSA, വക്രതല പരപ്പളവ് കാണാനാണ് പറഞ്ഞത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഇക്വേഷൻ ആണ് πRL. എന്താണ് πRL? ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് അറിയാം. പൈ ഇൻറ്റു ആർ നമ്മൾ കണ്ടുപിടിച്ചു. ആർ ഈക്വൽ ടു എത്രയാണ്? 10 ആണ്. 10 ഇൻറ്റു L ക്വസ്റ്റ്യനിൽ ഓൾറെഡി തന്നിട്ടുണ്ട്, ദാറ്റ് ഈസ് 20 ആണ്. സോ പറയടാ മക്കളെ, 200 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഫുൾ മാർക്കാ, ഫുൾ മാർക്ക്. ഐഡിയ ക്ലിയർ ആണോ? ഓക്കെ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഒന്നുകൂടി പറയാണ്. ഉപരിതല പരപ്പ് ടോട്ടൽ സർഫസ് ഏരിയ എന്താണ്? πr² പ്ലസ് πRL. പിന്നെ ഇതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3 πr²h. പിന്നെ നമുക്കറിയാം R/L is equal to x/360 ആൻഡ് ലാഹോർ. ഇത്രയും ഇക്വേഷൻസേ നിങ്ങൾക്ക് ഇതിൽ എന്താക്കാനുള്ളൂ? പഠിക്കാനുള്ളൂ. ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ കോൺ മുഴുവനും നിങ്ങൾ എന്താക്കി കഴിഞ്ഞു? പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ കേട്ടോ. ഇതാണ് കോണിലുള്ള മുഴുവൻ ഇക്വേഷൻസും. നോട്ട് ചെയ്യുക, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. സോ ഇനി നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം കേട്ടോ. വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്. സോ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. യെസ്. അപ്പോൾ ഈ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ, നിങ്ങൾ വിലപ്പെട്ട അഭിപ്രായങ്ങൾ നിങ്ങൾ എന്താക്കുക? കമന്റ് ചെയ്യുക കേട്ടോ. ഇനി ഒരു കിടിലൻ ഒരു കോൺസെപ്റ്റ് ഓറിയന്റഡ് ഒരു ക്വസ്റ്റ്യൻ ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ കാണുന്ന ക്വസ്റ്റ്യൻ 5 മാർക്കിന് ഒരിക്കൽ പരീക്ഷാ പേപ്പറിൽ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഇതിൽ ഞാൻ കുറച്ച് ഐഡിയകൾ പറഞ്ഞുതരും, ശ്രദ്ധിച്ചോ. 2 സെക്ടേഴ്സ് ആർ കട്ട് ഔട്ട് ഫ്രം എ സർക്കിൾ. ഒരു സർക്കിളിന്റെ ഉള്ളിൽ നിന്നും 2 സെക്ടറുകൾ എന്താക്കുന്നു? കട്ട് ചെയ്യുന്നു. എന്നിട്ട് എന്തുണ്ടാക്കുന്നു? രണ്ടും വെച്ചിട്ട് ഞാൻ എന്താക്കുന്നു? കോണുകൾ ഉണ്ടാക്കുന്നു. രണ്ടും. ഇപ്പൊ 2x വെച്ചിട്ട് ഒരു കോൺ ഉണ്ടാക്കുന്നു, x വെച്ചിട്ട് ഒരു കോൺ ഉണ്ടാക്കുന്നു. 2x വെക്കുമ്പോൾ അതിന്റെ ബേസ് റേഡിയസ് കുറച്ച് വലുതായിരിക്കും, x വെക്കുമ്പോൾ അതിന്റെ ബേസ് റേഡിയസ് കുറച്ച് ചെറുതായിരിക്കും. ഓക്കെ, ബേസ് റേഡിയസ് കുറച്ച് ചെറുതായിരിക്കും ഇത് രണ്ടും. പക്ഷെ ഇതിന്റെ L രണ്ടും എന്തായിരിക്കും? കാരണം രണ്ടിന്റെ ആരം റേഡിയസ് എന്താണ്? സെയിം ആണ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി എല്ലാവരും ശ്രദ്ധിക്കട്ടോ. ചെറിയ വൃത്താംശം ഉപയോഗിച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപികയുടെ അഥവാ ഈ കാണുന്നതിന്റെ വൃത്തസ്തൂപികയുടെ ചരിവ് ഉയരം 10 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്? 10 ആണ്. ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റ് 10 ആണ്. ഓക്കെ, അതായത് ഇതിന്റെ സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചെറിയ ഉയരം 10 ആണ്. ഐഡിയ ഉണ്ടെങ്കിലേ ഉത്തരം ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ രണ്ടാമത്തെ സ്ലാൻഡ് ഹൈറ്റ് അഥവാ ചരിവ് ഉയരം എത്ര? പറ. ഇത് 10 ആണെങ്കിൽ ഇത് എത്രയാണ്? 10. ഒരു മാർക്ക് അവിടെ കിട്ടി. കോൺസെപ്റ്റ് ഏതെങ്കിൽ ഈസിയാണ്. ഒരു മാർക്ക് അവിടെ കിട്ടി. 10. ക്ലിയർ ആണെന്ന് പുഞ്ചിരിക്കും കേട്ടോ. ഓക്കെ, സെറ്റ് ആണല്ലോ. ഓക്കെ, രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചേ മക്കളെ. അത് നല്ല രസമുള്ള ക്വസ്റ്റ്യനാണ്. റൈറ്റ് ദ റേഷ്യോ ഓഫ് ദി റേഡിയസ് ഓഫ് ദി 2 കോൺസ്. നന്നായിട്ട് ശ്രദ്ധിക്കട്ടോ. ഇതിന്റെ 2 കോണുകളുടെയും റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ കണ്ടുപിടിക്കാൻ അവിടെ ഒരു കോൺസെപ്റ്റ് കൂടി ഞാൻ പറയാണ് മക്കളെ. സെൻട്രൽ ആംഗിൾ തമ്മിലുള്ള റേഷ്യോ എന്താണോ അത് തന്നെയായിരിക്കും റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ. വേണമെങ്കിൽ ഒന്ന് എഴുതിയെടുത്തോളൂ. സെൻട്രൽ ആംഗിൾ അഥവാ കേന്ദ്ര കോണുകൾ തമ്മിലുള്ള റേഷ്യോ എന്താണോ അത് തന്നെയായിരിക്കും അതിന്റെ കേന്ദ്ര കോണുകൾ തമ്മിലുള്ള അതിന്റെ ആരങ്ങൾ തമ്മിലുള്ള ബേസ് റേഡിയസ് തമ്മിലുള്ള റേഷ്യോ. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ സർക്കിൾ വരച്ചു. 120 ഡിഗ്രിയിൽ നമ്മളൊരു കോണ് കട്ട് ചെയ്തു. ഇവിടെ നമ്മൾ 80 ഡിഗ്രിയിലും കട്ട് ചെയ്തു വിചാരിച്ചു. അപ്പോൾ ഇത് വെച്ചുണ്ടാക്കുന്ന കോണിന്റെ റേഡിയസുകളുടെ റേഷ്യോ എത്ര വെച്ചാൽ 120:80 ആണ്. അതായത് 120:80 ഏറ്റവും ചെറിയ നമ്പർ കൊണ്ട് കട്ട് ചെയ്യാം. 60:40, വീണ്ടും ചെറുതാക്കിയാൽ 30:20, 0 വെട്ടിയാൽ 3:2. ഇതാണ് റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ. അപ്പൊ സെൻട്രൽ ആംഗിൾ തമ്മിൽ ഏതാണോ റേഷ്യോ അത് തന്നെ ആയിരിക്കും റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ ഉണ്ടാവുക. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, അത് നല്ലൊരു A+ ലെവൽ ടോപ്പിക് ആണ്. സോ B എന്ന് പറയുന്നത് x:2x, ദാറ്റ് ഈസ് 1:2, ദാറ്റ് ഈസ് R1:R2. നിങ്ങൾക്ക് വേണമെങ്കിൽ x:2x പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 2x:x എന്ന് എഴുതാം. ഓക്കെ, റേഡിയോ ഓഫ് അതർ 2. ആ രണ്ടിൽ എഴുതിയാലും ഏത് എഴുതിയാലും മാർക്ക് ശരിയാട്ടോ. 2:1 എഴുതിയാലും സെയിം ആണ്. 2 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ, 1:2 എന്ന് എഴുതി ഞാൻ. അടുത്തൊരു ചോദ്യം ശ്രദ്ധിക്കണേ മക്കളെ. ഫൈൻഡ് ദ റേഷ്യോ ഓഫ് ദി ബേസ് ഏരിയാസ് ഓഫ് ദി കോൺസ്. ഇതിന്റെ പാദ പരപ്പളവുകൾ തമ്മിലുള്ള അംശബന്ധം. നമുക്കറിയാം ബേസ് റേഡിയസ് എന്ന് പറഞ്ഞ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. രണ്ടിന്റെ റേഡിയസ് ഡിഫറെന്റ് ആയതുകൊണ്ട് πr1² πr2². എന്താണ്? πr1² πr2². നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഈസ്റ്റു ആണെങ്കിലും ഈക്വൽ ടു ആണെങ്കിലും, ഫോർ എക്സാമ്പിൾ πr1²
സ്ക്വയർ ഈസ് ടു പൈ ആർ ടു സ്ക്വയർ ആണ് എങ്കിലും പൈ ആർ വൺ സ്ക്വയർ ഈക്വൽ ടു പൈ ആർ സ്ക്വയർ ആണെങ്കിലും പൈ ആർ വൺ സ്ക്വയർ ഡിവൈഡഡ് ബൈ പൈ ആർ ടു സ്ക്വയർ, ഈ മൂന്നിൽ ഏത് ക്വസ്റ്റ്യൻ വരികയാണെങ്കിലും ഒരേപോലെയുള്ളതൊക്കെ നിങ്ങൾക്ക് എന്താക്കാം, വെട്ടാം. അന്ന് മനസ്സിൽ വെച്ചോളൂ കേട്ടോ. ഈ രീതിയിൽ ഏത് വരികയാണെങ്കിൽ. അപ്പോൾ ഇവിടെ രണ്ടും ഈക്വൽ ആണ്, ഈസ് ടു ആണ്, രണ്ടും വെട്ടാം. അപ്പോൾ ഇതിൻ്റെ ആൻസർ ആർ വൺ സ്ക്വയർ ഈസ് ടു ആർ വൺ ഈസ് ടു ആർ ടു 1:2. അപ്പോൾ ആർ വൺ സ്ക്വയറിന് 1 സ്ക്വയർ ഈസ് ടു 2 സ്ക്വയർ 4. അത്ര എഴുതിയാൽ എത്ര മാർക്കായി? അടുത്ത മാർക്കായി. ഇതിന്റെ ബേസ് റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? 1:4 ആണ്. ഇത് എത്രയാണ്? 1:2. അടുത്തത് റേഷ്യോ ഓഫ് ദർ കേർവ്ഡ് സർഫസ് ഏരിയ, വക്രതല പരപ്പളവ്. അപ്പൊ നമുക്കറിയാം ഡി ക്വസ്റ്റ്യൻ എന്താ? വക്രതല പരപ്പളവ് എന്താ? ഇതേപോലെ പൈ ആർ എൽ, പൈ ആർ R1 L ഈസ് ടു പൈ R2 L. എന്തുകൊണ്ടാ R1 ഞാൻ R1 R2 ഇട്ടതും L ഞാൻ L1 L2 ഇടാത്തതും എന്തുകൊണ്ടാ? കാരണം വെച്ചാൽ രണ്ടിന്റെ L സെയിം ആണ്. സെയിം ആണെങ്കിൽ നമുക്ക് എന്താക്കേണ്ട ആവശ്യമില്ല, ഇടേണ്ട ആവശ്യമില്ല. സോ ഇതിന് ആൻസർ എന്ത് വരും? പൈ ഇൻറ്റു R1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു L എന്ന് പറഞ്ഞാൽ 10 ഈസ് ടു പൈ ഇൻറ്റു R2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2 യൂണിറ്റ് ആണോ? അങ്ങനെ ഇതാലും കുഴപ്പമില്ല. അങ്ങനെ റേഷ്യോ ചെയ്യുമ്പോൾ അത് ഇതാലും കുഴപ്പമില്ല. 10 ഇനി അല്ലെങ്കിൽ 1x 2x ഇതാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് വെട്ടാളൊക്കെ വെട്ടാം. ഏതൊക്കെ വെട്ടാം? പയ്യും വെട്ടാം, 10ഉം വെട്ടാം. അപ്പോൾ എന്തെന്നെ വന്നു? 1:2. ഇന്നലെ ഇവിടെ തന്നെ വെട്ടാം. പയ്യും വെട്ടാം, എല്ലും വെട്ടാം. R1 R2 തന്നെയാണ് കേർവ്ഡ് സർഫസ് ഏരിയ വരുന്നത്. ദാറ്റ് ഈസ് ഓൾസോ 1:2. അപ്പോൾ ഇത്ര എഴുതിയാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്ര അറിയോ? മാർക്കാണ്. അപ്പോൾ റേഷ്യോകൾ വരുന്ന ക്വസ്റ്റ്യൻസ് ഒന്ന് ചെയ്ത് പഠിക്കുക. അതുപോലത്തെ ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നതോടെ നിങ്ങൾ പഠിക്കും. അതല്ലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ടഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചോദ്യം നിങ്ങൾ വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. അതോടെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അങ്ങനെ മാക്സിമം ടഫുള്ള ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്തതോടെ നിങ്ങൾ ഏറ്റവും നല്ല മക്കളായിട്ട് മാറും. സോ പ്രിയപ്പെട്ട മക്കളെ, എല്ലാവരും ശ്രദ്ധിക്കുക. എൻ്റെ എക്സ്ട്രാ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ഇതിന്റെ വോള്യങ്ങൾ തമ്മിലുള്ള റേഷ്യോ എത്ര? V1 V2. വ്യാപ്തങ്ങൾ തമ്മിലുള്ള റേഷ്യോ എൻ്റെ വക ഒരു ക്വസ്റ്റ്യൻ. അതിൽ ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് തന്നു. ഇതിന്റെ ഹൈറ്റ് രണ്ടും സെയിം ആണെന്ന് തന്നു. H1 ഉം H2 ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. തന്നിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് മാറും. അപ്പോൾ നമുക്ക് 1/3 ഇൻറ്റു പൈ ഇൻറ്റു R1 സ്ക്വയർ H ഈക്വൽ ടു 1/3 ഇൻറ്റു പൈ ഇൻറ്റു R2 സ്ക്വയർ H. H1 H2 വേറെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതും കൂടി ചെയ്യണം. ഇവിടെ രണ്ടും സെയിം ആണ് ഞാൻ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതും വെട്ടാം. 1/3 വെട്ടാം, പയ്യും വെട്ടാം. അപ്പോൾ അതിൻ്റെ ആൻസർ എന്തായിരുന്നു? R1 സ്ക്വയർ 1 സ്ക്വയർ R2 സ്ക്വയർ 2 സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഐഡിയ ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിലുള്ള ക്വസ്റ്റ്യൻ അല്ല കേട്ടോ, ഞാൻ വെറുതെ പറഞ്ഞോളൂ, ഒന്നുകൂടി എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നല്ലൊരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്. കോൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ, മക്കളെ ശ്രദ്ധിച്ചോളൂ. സെൻട്രൽ ആംഗിൾ തമ്മിലുള്ള റേഷ്യോ എന്താണോ അത് തന്നെയായിരിക്കും റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ. അതൊന്നും ആലോചിച്ച് വെച്ചാൽ മതി, വേറെ ഒന്നും വേണ്ട. അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആൻസർ ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ. സോ ഇനി ഒരു 2 കിടിലൻ ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്, എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഒരു കിടിലൻ ക്വസ്റ്റ്യൻ. ഓക്കെ, ഇതിൽ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതിൽ കുറവുണ്ട്, പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരും. ഓക്കെ, സോ അടുത്തത് നമുക്ക് സ്ഫിയർ. ഈ ടോപ്പിക്ക് ഞാനൊരു 3 പാർട്ടായിട്ടാണ് വിചാരിച്ചത്, 4 പാർട്ടായിട്ടാണ് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപിക, ഇപ്പോൾ കോൺ, എല്ലാ ഏരിയയും പഠിക്കും. പിന്നെ നിങ്ങൾക്ക് എന്താണ് പഠിക്കാനുള്ളത്? സ്ഫിയറും ഹെമിസ്ഫിയറും കൂടി ഒരുമിച്ച്. പിന്നെ ഇതെല്ലാം കൂടി വരുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്, A+ ലെവൽ ക്വസ്റ്റ്യൻ, അതും കൂടി. അങ്ങനെ 4 പാർട്ടാണ്. അപ്പോൾ അടുത്ത പാർട്ട് ആസ് സൂൺ ആസ് പോസിബിൾ എനിക്ക് പറ്റുന്ന അത്രയും ഞാൻ പെട്ടെന്ന് ചെയ്തുതരാം കേട്ടോ. സോ ഇതൊരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ശ്രദ്ധിക്കാം. വൃത്തസ്തൂപികാകൃതിയുള്ള ഒരു കൂടാരം. മക്കളെ, കൂടാരം എന്ന് പറഞ്ഞാൽ ടെൻ്റാണ്. സർ, ഈ കാണുന്ന ഷേപ്പുള്ള ഒരു ടെൻറ്റ്. അതിൻ്റെ ബേസ് റേഡിയസ് 20 ആണ്. ചിത്രം വരയ്ക്കുന്നത് നല്ലതാണ് കേട്ടോ. ആൻഡ് ഉയരം 15 ആണ്. ഇത്രയും കിട്ടിയല്ലോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇതിൻ്റെ സ്ലാൻഡ് ആയിട്ട് എത്ര? ലാഹോർ L സ്ക്വയർ ഈസ് ഈക്വൽ ടു R സ്ക്വയർ പ്ലസ് H സ്ക്വയർ. ദാറ്റ് ഈസ് 400 പ്ലസ് 225. റൂട്ട് 625 കിട്ടും. ദാറ്റ് ഈസ് 25 കിട്ടും. L സ്ക്വയർ ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ L ഈസ് ഈക്വൽ ടു, L സ്ക്വയറിന് ഇരണ്ട L ഈസ് ഈക്വൽ ടു 25. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് എന്ത് കിട്ടി? 25 കിട്ടി. ഓക്കെ, 5 മാർക്കിന്റെ ചോദ്യമാണ്. ഈ കൂടാരം നിർമ്മിക്കാൻ എത്ര ചതുരശ്ര മീറ്റർ ക്യാൻവാസ് വേണം? എത്ര ക്യാൻവാസ് വേണം എന്ന് വെച്ചാൽ, ചിലപ്പോൾ ഇതൊരു മിഠായി ആയിട്ട് പറയും. ഇത് പൊതിയാൻ എത്ര കവർ വേണം? അതൊക്കെ സെയിമാ. അപ്പോൾ ഇത് പൊതിയാൻ എത്ര ക്യാൻവാസ് വേണം വെച്ചാൽ, ടെൻറ്റിന്റെ അടിഭാഗം നമ്മൾ കൂട്ടൂല, അത് അടിയിലാണ്, നിലമാണ്. അവിടെ നമ്മൾ ക്യാൻവാസ് വിരിക്കില്ല. അപ്പോൾ ക്യാൻവാസ് വിരിക്കുന്ന എവിടെയാണ്? മുകൾ ഭാഗം. കേർവ്ഡ് സർഫസ് ഏരിയ മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? CSA, വക്രതല പരപ്പളവ് മാത്രം കണ്ടാൽ മതി. സോ പൈ ഇൻറ്റു R എന്ന് പറഞ്ഞാൽ സ്മോൾ ലെറ്റർ R എന്ന് പറഞ്ഞാൽ 20 ആണ്, ഇൻറ്റു 25. 20 × 25 എന്ന എത്ര? 500. സോ ഇതിന് ആൻസർ എത്ര വരും? 500 പൈ ചതുരശ്ര മീറ്റർ.
ഇത് 20 മീറ്റർ ആണ്, 15 മീറ്റർ ആണ് ചോദിച്ചത്, ചതുരശ്ര മീറ്റർ. അടുത്ത ചോദ്യം, ഒരു ചതുരശ്ര മീറ്ററിന് 60 രൂപയാണെങ്കിൽ ഇതിന് എത്ര വേണം? ഒരു പണിയില്ല, എന്ത് ചെയ്താൽ മതി? 500 × 60 പൈ റുപ്പീസ്. 500 × 60 പറഞ്ഞാൽ 5 6 30, 3000 30,000 പൈ റുപ്പീസ്. വേണമെങ്കിൽ ഇതിനെ റുപ്പീസിൽ പറഞ്ഞത് കൊണ്ട് പൈൻ്റെ വില കൊടുക്കാം, 3.14. അതായത് പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ ഉണ്ട്, അപ്പോൾ 2 0 ആക്കാം. 30 × 314 രൂപ. 30 × 314 അത് എത്ര രൂപ നിങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ഐഡിയ. 5 മാർക്കിൻ്റെ ചോദ്യമാണ്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എന്താക്കാൻ പറ്റി, ചെയ്യാൻ പറ്റി. അപ്പോൾ ഈ രീതിയിൽ ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഈ ടോപ്പിക്കിന് വന്നിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കാം മക്കളെ, പ്രിയപ്പെട്ട മക്കളെ. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒരു കിടിലൻ ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതേടാ, ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടടാ, എൻ്റെ കയ്യിലുണ്ട്, ഞാൻ മാറിപ്പോയി കേട്ടോ, സോറി. ഇതിൻ്റെ ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെ ക്വസ്റ്റ്യൻ കയ്യിലുണ്ട്, ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഐഡിയ ക്ലിയർ ആണെന്ന പ്രതീക്ഷയോടുകൂടി ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഒറ്റ ക്വസ്റ്റ്യൻ കൂടി ചെയ്യാണ്. നല്ല എങ്ങനെയുണ്ടടാ, കോണിനെ പറ്റി നിങ്ങൾക്ക് ഉള്ള ധാരണകളൊക്കെ മാറി എന്ന് വിചാരിക്കുന്നു. എളുപ്പമായിട്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനിയും ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് പബ്ലിക് ലൈവുകളിലേക്കാണ്. എല്ലാവരും പബ്ലിക് ലൈവിലൊക്കെ വരിക. കൂടുതൽ ചോദ്യങ്ങൾ നമ്മൾ അവിടെ ഉണ്ടാവും. പിന്നെ മാരത്തോൺ ലൈവുകൾ ഉണ്ടാവും. എക്സാമിൻ്റെ ടൈമിന് ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിനൊക്കെ നിങ്ങൾ പങ്കെടുക്കുക. ഉറപ്പായിട്ടും ഏറ്റവും മികച്ച കുട്ടികളായിട്ട് നിങ്ങൾ എന്താവും, മാറും. സോ ലാസ്റ്റ് ആൻഡ് ഫൈനൽ എല്ലാവരും ശ്രദ്ധിച്ചുണ്ടാക്കുക. ഒരു കിടിലൻ ക്വസ്റ്റ്യൻ ആണ്, മലയാളം മീഡിയക്കാർക്ക് ഞാൻ പറഞ്ഞുതരാം. റേഡിയസ് 30 സെന്റിമീറ്റർ ആയ വൃത്താകൃതിയുള്ള ഒരു തകിട്, വൃത്തത്തിന്റെ ഷേപ്പിലുള്ള ഒരു തകിട്, അതിന്റെ റേഡിയസ് എത്രയാണ്? 30 ആണ്. ഇതിൽ നിന്നും 120 ഡിഗ്രി സെൻട്രൽ ആംഗിൾ ഉള്ള ഒരു വൃത്താംശം, ഒരു സെക്ടർ ഞാൻ വെട്ടിയെടുക്കുന്നു. ഇതൊരു തകിടാണ്, ഓക്കെ, മെറ്റൽ. ആ മെറ്റലിന് ഈ ഭാഗം ഞാൻ കട്ട് ചെയ്തെടുക്കുന്നു. ഇത് വളച്ച് ഒരു വൃത്തസ്തൂപി ഉണ്ടാക്കുന്നു. ഇത് വളച്ചിട്ട് ഞാൻ എന്താക്കുന്നു? ഒരു കോൺ. ഇത് വളച്ചിട്ട് ഞാൻ എന്തുണ്ടാക്കുന്നു? ഒരു കോൺ ഉണ്ടാക്കുന്നു. ഓക്കെ, വൃത്തസ്തൂപിയുടെ ആരവും ചെരിവരും എത്ര? ഈ കാണുന്ന സർക്കിളിന്റെ ഇതിന്റെ റേഡിയസും എത്ര ആൻഡ് സ്ലാൻഡ് ഹൈറ്റും എത്ര? സിമ്പിൾ ആണ് അല്ലേ? റേഡിയസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ റേഡിയസ് നമുക്ക് അറിയില്ല, സ്ലാൻഡ് ആയിട്ട് അറിയാം, 30 ആണ്. അപ്പം തന്നെ നിങ്ങൾക്ക് എന്ത് കിട്ടി? 2ൽ 1 മാർക്ക് ഇങ്ങനെ കിട്ടി. ഇനി റേഡിയസ് കണ്ടുപിടിക്കാൻ R/L ഈസ് ഈക്വൽ ടു നേരത്തെ ചെയ്ത അതേ രീതി, R/L എത്രയാണ്? 30 ഈക്വൽ ടു X/360. സ്പീഡാക്കാൻ പറ്റുന്നില്ലേ നിങ്ങൾക്ക്? സ്പീഡിൽ ചെയ്യാൻ പറ്റൂലേ? 120 360 നമ്മൾ നേരത്തെ ഒരുപാട് വെട്ടി, 1/3. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് 100 ഡിഗ്രിയാണ് തന്നതെങ്കിൽ 100ന്റെ പകുതി എടുക്കുക 50, 360ന്റെ പകുതി എടുക്കുക 180. 0 0 വെട്ടാം, 5/18 എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഏത് ഡിഗ്രി തന്നാലും നിങ്ങൾ സെയിം ആണ്. സോ R ഈസ് ഈക്വൽ ടു 1/3 × 30. ഇവിടെ 30 ഡിഗ്രി വേണ്ട കേട്ടോ, 30. ദാറ്റ് ഈസ് ഈക്വൽ ടു റേഡിയസ് എത്രയാണ്? 10 ആണ്. റേഡിയസ് 10. ഓക്കെ, റേഡിയസ് എത്രയാണ്? 10. വെറുതെ ചോദിക്കട്ടെ, ഇത് 120 ഡിഗ്രി ആണല്ലോ. ഞാൻ ഈ ഭാഗം വെച്ചിട്ട് ഒരു കോൺ ഉണ്ടാക്കിയെന്ന് വെച്ചാൽ ഇതിന്റെ ബാക്കിയുള്ള ഭാഗം അത് ഇതിലുണ്ട് അല്ലേ? ഓക്കെ, അടുത്ത് വൃത്തസ്തൂപിയുടെ വക്രതല പരപ്പളം എത്ര? കേർവ്ഡ് സർഫസ് ഏരിയ πRL. π × R എന്ന് പറഞ്ഞാൽ 10 ആണ്. L എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30 ആണ്. സോ 300 പൈ. എന്ത് സുഖം ആൻസർ ചെയ്യാൻ? 300 പൈ സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ എല്ലാവരും ശ്രദ്ധിക്കുക. ശേഷിക്കുന്ന വൃത്താംശം, അതായത് ഈ കാണുന്ന 240 ഡിഗ്രി വളച്ചുണ്ടാക്കുന്ന വൃത്തസ്തൂപിയുടെ ആരം എത്ര? അതാരൊക്കെ പറയും നോക്കട്ടെ, എത്ര മക്കൾ നോക്കട്ടെ. ഞാൻ ബാക്കിയുള്ള ഭാഗം വെച്ചുകൊണ്ട് ഞാൻ എന്തുണ്ടാക്കുന്നു? ഒരു വൃത്തസ്തൂപി ഉണ്ടാക്കുന്നു 240 ഡിഗ്രി. അതിന്റെ റേഡിയസ് എത്ര പറയാൻ പറ്റുമോ പെട്ടെന്ന്? അപ്പൊ റേഡിയസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം, R/L ഈസ് ഈക്വൽ ടു, വേണമെങ്കിൽ സാധാരണ രീതിയിൽ R അറിയില്ല, R/L. L എന്ന് പറഞ്ഞാൽ 30 തന്നെ, ഒരു മാറ്റമില്ല, 30 ഈസ് ഈക്വൽ ടു X/360. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. 0 0 വെട്ടി ആണ് 240 24 12/18 2/3 നേരാം, 2/3. സോ R ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2/3 × 30. 30നെ 3 വെട്ടിയാൽ 2 × 10 20 എന്ന് കിട്ടും. ആൻസർ ഈസി ആയിട്ട് കിട്ടും. എത്ര കിട്ടും? 20. സാധാ പോലെ ചെയ്യുന്ന മെത്തേഡ് ഇതാണ്. പക്ഷെ ഞാൻ നേരത്തെ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു തന്നു, ഇതിന്റെ സെൻട്രൽ ആംഗിൾ തമ്മിലുള്ള റേഷ്യോ എത്രയാണോ, റേഷ്യോ 120:240, അത് തന്നെയായിരിക്കും റേഡിയസുകൾ തമ്മിലുള്ള റേഷ്യോ. അപ്പോൾ ഇതിന്റെ റേഷ്യോ 1:2 ആണ്. അപ്പോൾ റേഡിയസ്, ഒന്നാമത്തെ റേഡിയസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ച എത്രയാണ്? 10 ആണ്. സോ 1:2 ആയതുകൊണ്ട് ഇത് 10 ആണെങ്കിൽ അടുത്ത എത്രയ്ക്കും? 20. സോ രണ്ടാമത്തെ റേഡിയസ് എത്ര? അങ്ങനെ ഈസി ആയിക്കൊണ്ട് നിങ്ങൾക്ക് എന്താക്കാം? ആൻസർ കണ്ടെത്താന്നാണ്. ഇനി ഞാൻ അഡീഷണൽ ആയിട്ട് 2 ചോദ്യം ചോദിക്കുകയാണ്. ഈ കാണുന്നതിന്റെ അഥവാ ഈ രണ്ടിന്റെയും ബേസ് ഏരിയകൾ തമ്മിലുള്ള റേഷ്യോ അഥവാ പാദപരപ്പളവ് തമ്മിലുള്ള അംശബന്ധം
കേർവ്ഡ് സർഫസ് ഏരിയകൾ വക്രതല പരപ്പ് തമ്മിലുള്ള അംശബന്ധം നിങ്ങൾ എന്താക്കുക കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയും കമന്റ് ചെയ്താൽ നിങ്ങൾ പഠിക്കുന്ന പ്രതീക്ഷയോടുകൂടി മക്കളെ ഇന്നത്തെ ക്ലാസ്സിനെ പറ്റിയുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യണം. നിങ്ങൾക്ക് അത്രയും കുറച്ച് അത്യാവശ്യം കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ വീഡിയോകളൊക്കെ എടുക്കുന്നത്. ഇതൊന്നും കമ്പനി നമ്മളോട് പറഞ്ഞിട്ട് ചെയ്യുന്നതല്ല, ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് പറയുന്നതാണ്. അതുകൊണ്ട് നിങ്ങളുടെ കമന്റ് തന്നെയാണ് നമ്മുടെ ഊർജ്ജം എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് വലിയൊരു വീഡിയോ ആണ്, പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക് ആയതുകൊണ്ടാണ്. വിഷ് ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.